ഇത് വല്ലാത്തൊരു കാത്തിരിപ്പാ. അവരെന്താ ഇനിയും തിരിച്ചു വരാത്തെ? നീ സങ്കടപ്പെടാതിരിക്കെ. അവര് വിനയനെയും കൊണ്ടേ വരൂ. ദൈവം എന്തെങ്കിലും വഴി കാണിച്ചു കൊടുക്കാതിരിക്കില്ല. എന്തൊരു ദുർഗതി ഈശ്വര എനിക്ക്. താലി കെട്ടി വലതുകാലി വെച്ച് വീട്ടിൽ കയറിയ ദിവസം തന്നെ ഭർത്താവിനെ പോലീസുകാർ കൊണ്ടുപോയി. ഈ ഒരൊറ്റ കാരണം മതി ഞാൻ ഇവരുടെ കണ്ണിലെ കരടായി മാറാൻ. ചന്തു ഇന്നിനി വീട്ടിലേക്ക് പൊയ്ക്കോ. നാളെ പകല് കാണാം നമുക്ക്. ആ, ഇടയ്ക്ക് എന്താ ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം. ഏത് പാതിരാത്രി വിളിച്ചാലും ഞാൻ പറഞ്ഞെത്തിക്കോളാം. അറിയാം. ഇപ്പൊ നീ പൊയ്ക്കോ. ഇവിടെയുള്ളവരുടെ സങ്കടം നീ കൂടെ കാണണ്ട. അലക്സി എന്ത് പറഞ്ഞു മോളെ? മാഷേ, ഞങ്ങള് കാല് പിടിക്കും പോലെ പറഞ്ഞു നോക്കി. പക്ഷെ അവൻ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. അവന് വിനയനോട് ഇത്രയും പക തോന്നാൻ എന്താ കാരണമെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അതറിഞ്ഞിരുന്നെങ്കിൽ അതിനുള്ള പരിഹാരം കണ്ടാ മതിയായിരുന്നു. അല്ല രോഹിണി, ഷോപ്പിൽ നിന്ന് അലക്സിയും വിനയനും തമ്മിൽ എന്തിന്റെങ്കിലും പേരിൽ തർക്കം ഉണ്ടായതായി നിനക്കറിയാമോ? അല്ലെങ്കിൽ അലക്സിക്ക് ഇഷ്ടപ്പെടാത്തത് വല്ലതും വിനയൻ ചെയ്തതായിട്ട്? ഏയ്, നമ്മുടെ ഷോപ്പ് അവന് സ്വന്തമാക്കാനുള്ള സൂത്ര അവനീ കാണിച്ചത്. ചതി അത്ര തന്നെ. അതെ. ഇന്ന് നാളെ സംസാരിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇതെന്താ, എല്ലാരും മൗനവ്രതത്തിലാണോ? ഇപ്പൊ ഇതൊരു മരിച്ച വീട് പോലെ ആയല്ലോ. ഇതെന്താണിപ്പോ എല്ലാരും പുറത്തിറങ്ങിയിരിക്കുന്നത്? അതെ, എനിക്ക് വിശക്കുന്നുണ്ട് അമ്മേ, കഴിക്കാൻ എന്തെങ്കിലും എടുത്തതാ. ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയില്ലേ? വിശന്ന് വയറ് കത്തിയ മനുഷ്യൻ ഇങ്ങോട്ട് കയറി വന്നേ. അമ്മേ, എനിക്ക് വിശക്കുന്നെന്ന്. നിങ്ങൾക്ക് എന്താ ഇത്, ചെവി കേട്ടൂടെ? മതിയാക്കടി, അവളുടെ ഒരു വിശപ്പ്. ഇതുവരെ നിന്റെയൊക്കെ വിശപ്പ് മാറ്റിയവൻ ലോക്കപ്പിൽ കിടക്കുമ്പോ എങ്ങനെയാടി നിനക്കൊക്കെ ആഹാരം ഇറങ്ങുന്നേ? അവനെ എങ്ങനെ ഇറക്കിക്കൊണ്ട് വരുമെന്ന് ചിന്തിച്ചിട്ട് ഇവിടെ ആർക്കും ഒരു തുള്ളി വെള്ളം പോലും ഇറങ്ങുന്നില്ല. നിനക്കതൊന്നും ഒരു പ്രശ്നേ അല്ല. നീ എന്താ ഈ കുടുംബത്തിലൊന്നും അല്ലേ? ഇന്ന് വരെ നിനക്ക് വേണ്ടതെല്ലാം ഒരു മുടക്കം കൂടാതെ ചെയ്തു തന്ന നിന്റെ ഏട്ടനല്ലേ അവിടെ ലോക്കപ്പിൽ കിടക്കുന്നത്? അതിന് ഏട്ടൻ എനിക്ക് മാത്രമല്ലല്ലോ ഒന്നും ചെയ്തു തന്നത്. എന്നേക്കാൾ കൂടുതൽ വിസ്മയ ചേച്ചിക്ക് ചെയ്തില്ലേ ഓരോന്നും. അതുകൊണ്ട് ഡോക്ടർ മോളോട് പറ ചേട്ടനെ ഇറക്കിക്കൊണ്ടുവരാൻ. ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഇവിടുത്തെ സൂപ്പർ താരമല്ലേ വീണേ. കുഞ്ഞേച്ചിനി തുള്ളിച്ചാടാൻ നിൽക്കണ്ട. എന്തൊക്കെയായിരുന്നു ഏട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കലും വധുവിനെ തട്ടിക്കൊണ്ടുവരലും. എന്തായിരുന്നു കഥ? ഒടുക്കം വരൽ ലോക്കപ്പിലുമായി. ഇതൊന്നും നടന്നില്ലായിരുന്നെങ്കിൽ കുറച്ചു സമയം കൊണ്ട് ഏട്ടൻ അലക്സിയുടെ ബാധ്യത തീർക്കാനുള്ള വഴി നോക്കുമായിരുന്നു. നമ്മളും സേഫ്. കുഞ്ഞേച്ചി ഓവർ സ്മാർട്ട് കളിച്ച് എല്ലാം നശിപ്പിച്ചതാ. ഒപ്പം രോഹിണി ചേച്ചിയുടെ ഭാവി അവതാളത്തിലായി. അത്ര തന്നെ.
ഈ കരച്ചിലിന്റെ ശാപം കുഞ്ഞേച്ചിക്ക് മാത്രം അവകാശപ്പെട്ടതാ. ഏട്ടനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ നോക്കിക്കോ, അല്ലെങ്കിൽ ചേച്ചി തന്നെ ഈ ശാപത്തിൽ നശിക്കും. ഒപ്പം രോഹിണി ചേച്ചിയുടെ ആത്മഹത്യയും. എന്താ വേണ്ടതെന്ന് ആലോചിക്കൂ. എടാ, നിനക്കറിയാലോ അലക്സി പണി തുടങ്ങിയ അവന്റെ അടിവേരറുത്ത് അന്ത്യശ്വാസം കണ്ടിട്ടേ അവസാനിപ്പിക്കൂ. അതാണ് അതിന്റെ ഒരു രീതി. ആ രോഹിണി എന്റെ കാൽക്കലി വീഴുന്നത് വരെ വിനയേന്ദ്രൻ പുറം ലോകം കാണില്ലെന്ന് ഉറപ്പല്ലേ? ഇന്നലെ രാവിലെ വിനയേന്ദ്രനോട് ക്ഷമിക്കണമെന്നും പറഞ്ഞ് എന്റെ കാല് പിടിക്കാൻ ആ നാറിയുടെ മുത്തശ്ശനും അനിയത്തിയും കൂടി ഒരു ഓട്ടോക്കാരൻ പയ്യന്റെ കൂടെ എന്റെ വീട്ടിൽ വന്നിരുന്നു. ആ തെണ്ടിച്ചക്കൻ എന്റെ മുന്നിൽ നിന്ന് ഷോ കാണിക്കാൻ തുടങ്ങിയപ്പോ അവന്റെ കർണക്കുറ്റിയൊക്കെ ഒരെണ്ണം പൊട്ടിച്ചതാ. കിട്ടേണ്ടത് കിട്ടിയപ്പോ അവൻ വാലും മടക്കി പോയിട്ടുണ്ട്. ശരി, ഞാൻ വിളിക്കാടാ. ഒരു കലിപ്പ് ഒന്ന് വഴി കിടപ്പുണ്ട്. എന്താടാ റോഡിൽ അഭ്യാസം? എടുത്ത് മാറ്റാ വണ്ടി. എന്താടാ ഇതൊക്കെ? റോഡ് നിന്റെ തറവാട് പോയാണോടാ? റോഡ് ഞങ്ങളുടെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും തറവാട്ട് വകയാ. നീയാ? എന്റെയും ഇവരുടെയും നിന്റെ എല്ലാം. ഇന്നലെ ഞാൻ വീട്ടുമുറ്റത്ത് വന്നപ്പോ നീ എന്നെ കൈവച്ചു. അപ്പോഴേ ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തന്നതാ, നമുക്ക് പൊതുവഴിയിൽ വെച്ചൊന്ന് കാണേണ്ടി വരുമെന്ന്. ഇവിടെ വെച്ച് ഇവന്റെ നേരെ കൈയോക്കാൻ നിനക്ക് ധൈര്യം ഉണ്ടോടാ? തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ തല്ലടാ അവനെ. അടിക്കടാ, ഒന്ന് അടിച്ചു നോക്കടാ. അടിക്കടാ, അടിച്ചു നോക്കടാ, അടിക്കടാ. അടിച്ചു നോക്കടാ. എല്ലാവരും കൂടെ കൈവച്ചാലേ നിന്റെ പൊടി പോലും എടുക്കാണ്ടാവത്തില്ല. ചന്തു, നീ ഒന്ന് കൈ ഞൊടിച്ചാ മതി. ഇവനെ അടിച്ചച്ചാറാക്കുന്ന കാര്യം ഞങ്ങളേറ്റു. നീ കേട്ടല്ലോ, ഞാനൊന്ന് തുടങ്ങി വെച്ചാ ഇവരെല്ലാരും കൂടി നിന്നെ അച്ചാറിടുമെന്ന്. എന്നടാ അത് വേണോ? വെറുതെ ഡയലോടിക്കാതെ ഈ റാസ്കലിന്റെ മുഖത്തൊന്ന് കൊടുക്കണം ചന്തു. എനിക്ക് കയ്യെത്താത്തത് കൊണ്ടാ. നിന്നെ അടിച്ചാ തിരിച്ചടിക്കണം ചന്തു. നിനക്ക് പറ്റില്ലെങ്കിൽ ഞങ്ങളോട് പറ, നീ ഒന്ന് മൂളിയാ മതി.
കാശ് കൂടുമ്പോ മറ്റുള്ളവർ താഴെയാണെന്ന് നിനക്കൊരു തോന്നലുണ്ടാവും. അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് വെറുതെ വിചാരിക്കും. പക്ഷേ അവർ സംഘം ചേർന്നാൽ അവരുടെ കൈയുടെ തഴമ്പ് തനിക്ക് താങ്ങാനാവില്ല. മനസ്സിലായടാ? അതുകൊണ്ട് നീ ഇനിയും വിനയേട്ടന്റെ കുടുംബത്തോട് ദ്രോഹം ചെയ്താ നിന്നെ ഞാൻ റോട്ടിലിട്ടിടിക്കും. മനസ്സിലായടാ? തൽക്കാലം നീ ഇതൊരു മുന്നറിയിപ്പായിട്ട് കണ്ടാ മതി. മര്യാദയ്ക്ക് വണ്ടി എടുത്ത് പോവാൻ നോക്കടാ. ആശാൻ പറഞ്ഞതല്ലേ, അത് ധിക്കരിക്കാൻ പറ്റാത്തോണ്ട് ഒന്ന് തന്നതാ. അത് കഴിഞ്ഞു. ഇനി മുതലാളി ചേട്ടൻ പോയാട്ടെ. ബൈ. പോവാം. പോയേക്കാം. ആശാനെ. ഇതിനു കൂടിയുള്ളത് നിന്റെ വിനയേന്ദ്രന്റെ കുടുംബത്തിന് ഞാൻ കൊടുക്കോടാ. ഈ നടുവഴിയിൽ ഞാൻ അപമാനിക്കപ്പെട്ടതിനും അവൻ തന്നെയാണ് കാരണം. വിനയേന്ദ്രന്റെ കുടുംബത്തിനെ മൊത്തം അപമാനിച്ചില്ലെങ്കിൽ ഇനി എന്റെ പേര് അലക്സി എന്നല്ല, കർത്താവാണ് ഇത് സത്യം. ഹലോ, എന്താടി കോളേജിൽ വരാറുന്ന ഉദ്ദേശമില്ലേ? ഇവിടുന്ന് പോയിട്ട് വീട്ടിൽ അടയിരിക്കുകയാണല്ലോ നീ. ചില പ്രശ്നങ്ങളുണ്ട്, ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം. ഹലോ ഹലോ വിസ്മയ. ഛേ, ഈ പെൺകൊച്ചിന് എന്താ ചെയ്യേണ്ടത്? കുഞ്ഞേച്ചി എന്താ ഇവിടെ ഫോണും പിടിച്ച് നിൽക്കുന്നേ? ഏട്ടന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണ്ടേ? എന്ത് ചെയ്യാൻ? ഇത്രയും കാശിന്റെ കാര്യം ഓർക്കുമ്പോ തന്നെ ദേഹം കിടന്ന് കിടുങ്ങ. എനിക്കറിഞ്ഞൂടെ ഇനി എന്താ ചെയ്യേണ്ടെന്ന്. അങ്ങനെ അങ്ങ് പറഞ്ഞു ഒഴിയാൻ പറ്റുമോ? കുഞ്ഞേച്ചി ഒരാൾ നിർബന്ധം പറഞ്ഞിട്ടല്ലേ ഈ വിവാഹം നടത്തിയത്. അതുകൊണ്ട് മാത്രമാണ് ആ അലക്സിയും വീണേ മതി. ഇനി നീയും കൂടി ഇവളെ വിസ്തരിക്കാൻ നിൽക്കണ്ട. അലക്സിയോട് വിനയൻ വലിയൊരു ബാധ്യത ഉണ്ടാക്കി വച്ചിട്ടുണ്ടെങ്കിൽ അത് അവൾ ഒരാൾക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ടാ. ഇതാരായിപ്പോ ഇങ്ങോട്ട് വരാൻ? വേറെ ആര് വരാൻ? ആ അലക്സിയെ പോലെ വേറെ വല്ല മാരണോ ആയിരിക്കും. കുടുംബത്തിന് മൊത്തം നല്ല സമയമാണല്ലോ. ഇതാണോടാ നിന്റെ പുണ്യാളത്തിന്റെ വലിയ ഇലഞ്ഞിക്കൽ തറവാട്? കണ്ടാലൊരു വലിയ കോഴിക്കോടിന്റെ അത്രയല്ലേ ഉള്ളൂ. പണ്ടത്തെ കൺസ്ട്രക്ഷൻ അല്ലേ അമ്മേ? അകത്ത് നടുത്തളമൊക്കെ ഉണ്ടെന്നാ ഫോണിൽ എന്നോട് പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞ ആളിനെ ഞാൻ അങ്ങ് അബുദാബി കൊണ്ടുപോയില്ലേ, പിന്നെ ഈ വീട് എങ്ങനെ ഇരുന്ന നമുക്കെന്താ? അതൊക്കെ ഞാൻ അവളെ വീട്ടുകാരെ കണ്ടിട്ട് തീരുമാനിക്കാം. നീ വാ, നോക്കാം നമുക്ക്. നമസ്കാരം. നമസ്കാരം. ഇതെന്റെ മകനാ ഹരീന്ദ്രൻ. അബുദാബിയിൽ വലിയൊരു കമ്പനിയിൽ ജോലി ചെയ്യാ.
ഞങ്ങൾ ഇവിടെ വന്നത് ഇവൻ ഈ വീട്ടിൽ നിന്ന് ഒരു പെണ്ണ് ആലോചിച്ച. പെണ്ണാലോചിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളോട് ആര് പറഞ്ഞു ഇവിടെ കല്യാണം കഴിക്കാനുള്ള പെണ്ണുണ്ടെന്ന്? വിമലേച്ചി തന്നെ. പണ്ടേ എനിക്ക് സംശയം തോന്നിരുന്നതാ. ഞായറാഴ്ച ന്യൂസ് പേപ്പർ ഈ നടയിൽ വീണാൽ വിമലേച്ചിയുടെ ഒരു പെടച്ചിലുണ്ട് മാട്രിമോണിയൽ പേജ് നോക്കാൻ. കറക്റ്റാണ്. ഞാനൊരു പരസ്യം മാട്രിമോണിയിൽ കൊടുത്തിരുന്നു, ഫോൺ നമ്പരും. ഓ, വിമല അതിൽ വിളിച്ചാൽ ഞങ്ങൾ പരിചയത്തിലായത്. വെറും പരിചയമല്ല, പ്രേമം. ഏതായാലും ആ കഥയൊക്കെ പറയാൻ തുടങ്ങിയ ഒരിടത്ത് എത്തില്ല. മോന്റെ ആഗ്രഹമല്ലേ. ഞാനായിട്ട് ഇനിയൊരു ശ്രമം നടത്തിയില്ലെന്ന് വേണ്ടെന്ന് വെച്ചിട്ട് പെണ്ണ് കാണാൻ വന്നത്. അല്ല, വീട്ടിൽ 2 അതിഥികൾ വന്നാ കയറിയിരിക്കാൻ പറയുന്ന മര്യാദയൊന്നും ഈ വീട്ടിലാർക്കും ഇല്ലേ എന്തോ? ഓ സോറി, വരൂ ഇവിടേക്കിരിക്കാം. ഇരിക്കൂ. വിനയചന്ദ്രന്റെ കാര്യം എന്തായി? ജാമ്യം വല്ലതും കിട്ടാനുള്ള സാധ്യത വല്ലതും ഉണ്ടോ? അല്ല, ചേട്ടന്റെ കാര്യം എനിക്കറിയാം. വിമല ഓരോരുത്തരെ കുറിച്ച് ഫോണിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതാണോ കുട്ടി? അയ്യോ അമ്മേ, അല്ല, ഇത് വിസ്മയ, രണ്ടാമത്തെ മോളാ. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരാൾ MBBS പഠിക്കുന്നുണ്ടെന്ന്. പിന്നെ ഇതാണ് വീണ. +2-ന് ഫുൾ മാർക്ക് വാങ്ങിയിട്ട് പേപ്പറിൽ ഫോട്ടോയൊക്കെ വന്നിട്ടുള്ളതാ. പിന്നെ ഇത് നീലകണ്ഠ മുത്തശ്ശൻ. മികച്ച അധ്യാപകനുള്ള അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അതേ മുത്തശ്ശനാ. ഓ, അവാർഡിലൊന്നും ഒരു കാര്യമില്ല. ഒരു കഷ്ണം കടലാസ് കിട്ടും, അല്ലാതെ സാമ്പത്തികമൊന്നും ഇല്ലല്ലോ. അമ്മേ, അമ്മേ, ഇത് ഭഗീരഥി മുത്തശ്ശി. ഇത് അമ്മ സുമംഗല. അത് രോഹിണി. അപ്പോ വിമല എവിടെ? അവൾ ഈ വീട്ടിലല്ലേ താമസം? ട്യൂഷൻ ക്ലാസ്സിൽ പോയതാ. ഇപ്പൊ വരും അമ്മേ. വല്യേച്ചിത എത്തിയല്ലോ. നീ എന്താടി കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇയാൾക്ക് നിരന്തരം ഫോട്ടോ അയച്ചു കൊടുക്കൽ ഫോൺ വിളിയായിരുന്നു നിന്റെ പണി. അമ്മേ, ഒന്ന് മിണ്ടാതിരിക്കെ. ഏതായാലും അവരിവിടെ കയറി വന്നില്ലേ, ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങളാരും വിമലയെ കുറ്റപ്പെടുത്തരുത്. ഈ അടുത്ത അമ്പലത്തിൽ വെച്ച് ഞാൻ വിമലയെ ആദ്യമായി കണ്ടത്. കുട്ടിയെ എനിക്കിഷ്ടമായി. അതുകൊണ്ടാ ഞാൻ തന്നെ അമ്മയും കുട്ടി നേരിട്ട് വന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. ഇവൻ 1 മാസത്തെ ലീവിന് വന്നതാ. ഈ വരവിനെന്തായാലും ഇവന്റെ കല്യാണം നടത്തണമെന്ന് ഞാനും തീരുമാനിച്ചതാ. വേറെ നല്ല ആലോചനകള് എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവൻ ഇവളെ തന്നെ വേണമെന്ന് ഒരേ വാശി. അതാ. ഞങ്ങള് കുറെ നേരമായിട്ട് സംസാരിക്കുന്നല്ലാതെ ഉത്തരവാദിത്തപ്പെട്ട ആരും ഒന്നും പറയുന്നില്ലല്ലോ. അത് പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു പ്രത്യേക അവസ്ഥയിലാണെന്ന് അറിയാലോ. വിമലേച്ചിയുടെ വിവാഹത്തെക്കാൾ മുമ്പ് ചേട്ടനെ നിയമക്കുരുക്കി ഇറക്കണം. അതിന് പ്രഥമ പരിഗണന.
അതൊക്കെ നിങ്ങളുടെ വിഷയം. എന്റെ വിഷയം ഇവൻ ലീവ് കഴിഞ്ഞു പോകുന്നതിന് മുൻപുള്ള ഇവന്റെ വിവാഹം. അത് പിന്നത്തേക്ക് മാറ്റിവെക്കാനൊന്നും പറ്റില്ല. ഇന്ന് തന്നെ നിങ്ങളിൽ ചിലര് വന്ന് ഞങ്ങളുടെ കുടുംബത്തെ പറ്റി അന്വേഷിച്ച് ഇഷ്ടപ്പെട്ട മാത്രം സമ്മതിച്ചാ മതി. അല്ലെങ്കിൽ ഇവന് ചേർന്ന കുട്ടികൾ ധാരാളം ഉണ്ട്. അമ്മേ, പറയാനുള്ളത് പറയണം. ഇവരിതുവരെ ഒന്നും വ്യക്തമായിട്ട് മിണ്ടിയിട്ടില്ല. ഇവരുടെ നിൽപ്പ് കണ്ടാ തോന്നും നിനക്ക് വേറെ എവിടുന്നും പെണ്ണ് കിട്ടാത്തതുകൊണ്ടാ ഇവിടെ വന്ന് പെണ്ണ് ചോദിക്കുന്നതെന്ന്. എന്നാൽ അതല്ല സത്യം. ഞാൻ ഇവന്റെ ഇഷ്ടത്തെ മാനിച്ചു മാത്രം വന്നതാ ഇവിടെ. ശരി ശരി, നോക്കൂ, എനിക്ക് വിമലയെയും വിമലയ്ക്ക് എന്നെ ഇഷ്ടമാണ്. ഫോണിൽ സംസാരിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് മനസ്സുകൊണ്ടും പരസ്പരം അടുത്തവരാണ് ഞങ്ങൾ. അമ്മ പറഞ്ഞതുപോലെ എനിക്ക് 1 മാസത്തെ അവധിയേ ഉള്ളൂ. അതിനിടയ്ക്ക് കല്യാണം നടത്തണമെന്നാണ് ആഗ്രഹം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.